CPM നേതാവ് ജി സുധാകരന് എതിരായ പാർട്ടി രേഖ പുറത്തായ സംഭവത്തിൽ പാർട്ടിയെ പരാതി അറിയിച്ച ജി സുധാകരൻ റിപ്പോർട്ട് ചോർത്തിയവരെ കണ്ടെത്തി നടപടിയെടുക്കണം. വിവാദങ്ങൾക്കിടെ പഴയ റിപ്പോർട്ട് ചോർന്നതിൽ ആസൂത്രണമുണ്ടായെന്നും ജി സുധാകരൻ. റിപ്പോർട്ട് പുറത്തുവിട്ടയാളെ കണ്ടെത്തുമെന്ന ജി സുധാകരന് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉറപ്പ് നൽകിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അന്വേഷണം തുടങ്ങി. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി അശ്വിൻ പാലാഴി തത്സമയം ചേരുന്നു. അശ്വിൻ, പറയൂ. ഏറെ നാളുകളായി പാർട്ടി നേതൃത്വവും ജി സുധാകരനും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. അത് കഴിഞ്ഞ ദിവസം പാരമ്യതയിലെത്തുകയും ചെയ്തു. അത് വലിയ തർക്കങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു തരത്തിൽ ഒതുക്കാൻ പാർട്ടി ജില്ലാ നേതൃത്വം ശ്രമിക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ ഇടുത്തി പോലെ മറ്റൊരു റിപ്പോർട്ട് 2021 തെരഞ്ഞെടുപ്പിൽ ജി സുധാകരനെതിരെ നടത്തിയ അച്ചടക്ക നടപടിയുടെ റിപ്പോർട്ട് പാർട്ടി രേഖ പുറത്തു വരുന്നത്. പിന്നീട് ആ സംഭവത്തിൽ വളരെ അതൃപ്തനാണ് ജി സുധാകരൻ എന്നുള്ളത് വ്യക്തമായിരുന്നു. പക്ഷേ ആ അതൃപ്തിയടക്കം പരിഹരിക്കാനായാണ് ഇന്ന് പാർട്ടി നേതൃത്വം ജി സുധാകരൻ്റെ വീട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഔദ്യോഗികമായി എത്തുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇന്ന് നടത്തിയതിൽ ഔദ്യോഗിക പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും അതിനൊപ്പം സുധാകരൻ്റെ പരാതികൾ കേൾക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായി ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തോട്, ജില്ലാ സെക്രട്ടറിയോടും കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയോടും പറഞ്ഞത് ഇന്ന് പുറത്തു വന്ന പാർട്ടി രേഖ അത് പുറത്തു വന്നതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഈ വിവാദങ്ങൾ നടക്കുന്നതിനിടെ തന്നെ അത് ആര് പുറത്തുവിട്ടു എന്നുള്ളത് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തണം. ആ പുറത്തുവിട്ടവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കണ്ടെത്താനുള്ള നടപടികൾ പാർട്ടി എടുക്കുമെന്ന് ഉറപ്പാണ് കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഇന്ന് ജി സുധാകരൻ നൽകിയിരിക്കുന്നത്. R നാസറുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇതിനുള്ള അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി R നാസർ പറയുന്നത്. ഒരു കാരണവശാലും ഈ രേഖ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട മറ്റാരുടെയും കയ്യിൽ എത്താനുള്ള സാധ്യതകളില്ല എന്ന് ഇന്ന് രാവിലെ തന്നെ R നാസർ വ്യക്തമാക്കിയതാണ്. പിന്നീട് എങ്ങനെ പാർട്ടിയുടെ കൈവശം ഇരിക്കുന്ന രേഖ മറ്റൊരാളുടെ കയ്യിലേക്കും പിന്നീട് അത് മാധ്യമങ്ങളിലേക്കും എത്തി എന്നുള്ള ചോദ്യം പാർട്ടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. അതുതന്നെയാണ് ജി സുധാകരനും ചോദിക്കുന്നത്. എന്തായാലും ഇതെല്ലാം തന്നെയും പാർട്ടിയും അകറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. R നാസറും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും പാർട്ടിക്കുള്ളിൽ നിന്ന് ചോർന്നതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.